Hi Kirat Jay and welcome back to my channel. Kirat 2026 SSBയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം, ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ മറ്റൊരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളും SSBക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ കാണുക. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്തൊക്കെയാണോ എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. ഇതേപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കിരട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നോട്ടിഫിക്കേഷൻ ആൾറെഡി ഔട്ടായിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലെറ്റർ ഔട്ടായിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ ലെറ്റർ ആയിരുന്നു. ആ ഒരു ഒഫീഷ്യൽ ലെറ്റർ വെച്ച് നമ്മൾ ആൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട് SSBയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട്. അതേ രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിങ്ങും ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫോം ഫില്ലിംഗ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യണം. സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം SSBയെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് വീഡിയോ ആരും തന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സാർ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണം, എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഫൈനലി നമ്മൾ ക്ലിയർ ആയിട്ടൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ലഭിച്ചു കാണും. നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ SSBയിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 21 മാർച്ചിനാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. എല്ലാ കുട്ടികളും ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം. പോസ്റ്റ് നെയിം കോൺസ്റ്റബിൾ, ട്രേഡ്സ്മാൻ ആൻഡ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ടോട്ടൽ 827 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. നെക്സ്റ്റ്, ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെ. ചില പോസ്റ്റിനൊക്കെ 18-23 ചില പോസ്റ്റിന് 18-25. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, കോൺസ്റ്റബിൾ വെറ്റിനറി, കോൺസ്റ്റബിൾ ഡ്രൈവർ, പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്ക് ഓൺലി മെയിൽ കേഡറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും ഫീമെയിൽ കേഡറ്റിനും മെയിൽ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? പിന്നെ ഗാർഡിനർ, വാട്ടർ ക്യാരിയർ, ഗോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ, കാർപ്പൻ്റർ, നേഴ്സിംഗ് ഓർഡർലി, ഇത്രയും ട്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് ഡ്രൈവർ പോസ്റ്റിലേക്കാണ്. 553 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഡ്രൈവർ പോസ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം കുട്ടികളെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കൂ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇവിടെ നിന്ന് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തുടങ്ങിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും. നോക്കൂ, ഫസ്റ്റ് പോസ്റ്റാണ് കോൺസ്റ്റബിൾ വെറ്റിനറി. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ള. അപ്പോൾ നിങ്ങളുടെ ഏജും ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഏജ് ലിമിറ്റ് ചെക്ക് ചെയ്യണം എല്ലാവരും, 18 മുതൽ 27 വയസ്സ് വരെ. ക്ലിയർ? പിന്നെ OBC ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കും. SC/ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കപ്പോൾ ഏജ് ലിമിറ്റ് മനസ്സിലായി. ഇനി നമ്മൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ കുട്ടികളെ, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് സയൻസ് ആസ് മെയിൻ സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. സയൻസ് സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതോടെ പറയേണ്ട കാര്യമാണ് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് സ്പെസിഫിക്സ് ഓഫ് അനിമലിനെ റെക്കഗ്നൈസ്ഡ് വെറ്റിനറി ഹോസ്പിറ്റൽ. അതായത് ഏതെങ്കിലും വെറ്റിനറി ഹോസ്പിറ്റലിൽ 1 ഇയർ നിങ്ങൾ സർവീസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയാലോ? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് പോസ്റ്റിലേക്കാണ്? കോൺസ്റ്റബിൾ വെറ്റിനറി എന്നൊരു പോസ്റ്റിലേക്ക്. നെക്സ്റ്റ് ആണ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ഓൺലി ഫോർ മെയിൽ. ഈ ഒരു പോസ്റ്റിലേക്ക് മെയിൽ കേഡറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏജ് ലിമിറ്റ് ആണ് 18-27. ഈ ഒരു ഡേറ്റിൻ്റെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. HMV ലൈസൻസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുവരെ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 24/2026 ആണ്. ഈ ഡേറ്റിന് മുന്നേ നിർമ്മിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ളത്. എന്നാണ് 20/4/2026 മുന്നേ നിർമ്മിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റിന്യൂ എങ്ങാനും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ റിന്യൂ ചെയ്യുക. ഈ ഡേറ്റിന് മുന്നേ തന്നെ റിന്യൂവും ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് ഇതാണ്, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ
നിങ്ങളുടെ കയ്യിൽ HMV സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഡ്രൈവർ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ വേണ്ട. നെക്സ്റ്റ് ആണ് കോൺസ്റ്റബിൾസ്, ഗാർഡിനർ, വാട്ടർ കാരിയർ, ഗോപ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ ആൻഡ് വെയിറ്റർ. ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-23 ആണ്. നിങ്ങളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനിടയിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം കുട്ടികളെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് 2 years വർക്ക് എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡ്സ്. അതായത് ഇവിടെ ഏതെങ്കിലും ട്രേഡിൽ, ഇപ്പം ഗാർഡനർ എടുക്കാം, വാട്ടർ കാരിയർ എടുക്കാം, ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡ്, ആ ഒരു ട്രേഡിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ് എങ്ങനെ ഇത് നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കൂ കുട്ടികളെ, ഈ ഗാർഡനർ, അതേപോലെ തന്നെ വാട്ടർ കാരിയർ, ഗോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ എന്നീ ട്രേഡൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ പല പല ഓർഗനൈസേഷനിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ അത് പബ്ലിക് സെക്ടർ ആണെങ്കിലും അതേപോലെ തന്നെ ഗവൺമെന്റ് സെക്ടർ ആണെങ്കിലും അവിടെ എല്ലാം ഈ ട്രേഡിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മതി, പബ്ലിക് സെക്ടറിലെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മതി, നിങ്ങൾ അവിടെ 2 വർഷം വർക്ക് ചെയ്തതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മതി. നിങ്ങൾ ഇതിന് ടെൻഷനൊന്നും അടിക്കേണ്ട, ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ നിർമ്മിക്കണം. നോ, പബ്ലിക് സെക്ടറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ITയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ 3 ക്രൈറ്റീരിയ ഉണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ITI ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഇതിനകത്ത് മസ്റ്റ് ക്വാളിഫൈ ട്രേഡ് ടെസ്റ്റ്, നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യേണ്ടിയായിട്ടും വരും. നിങ്ങൾ ഏത് ട്രേഡാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ടെസ്റ്റ് വരുന്നതായിരിക്കും. നോർമൽ ടെസ്റ്റാണ്, അത് പാസ്സാകേണ്ടി വരും. നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് ആണ് കോൺസ്റ്റബിൾ, കാർപ്പൻ്റർ. ഏജ് ലിമിറ്റ് ഇതാണ്. ഇതിനിടയിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക, എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് കോൺസ്റ്റബിൾ, നേഴ്സിംഗ് ഓർഡർലി. ഏജ് ലിമിറ്റ് ഇതാണ്. ഇതിനിടയിൽ നിങ്ങളുടെ ഏജ് വരുന്നുണ്ടോ എന്ന് നോക്കുക, എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം സെൻറ്റ് ജോൺസ് ആംബുലൻസ് ഓർഗനൈസേഷൻ ഓർ റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ. നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം, മിനിമം 1 year. ക്ലിയർ? ഇതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നേടിയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് നേഴ്സിംഗ് ഓർഡർലി എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രേഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടിക്കും എന്തായാലും ഡൗട്ട് വരത്തില്ല. നെക്സ്റ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. നോക്കൂ കുട്ടികളെ, ആദ്യം ഫിസിക്കലാണ്, പിന്നെ റിട്ടൺ എക്സാം ആണ്, ഈ സ്കിൽ ടെസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് ടെസ്റ്റ്. അതിനുശേഷം DV, മെഡിക്കൽ എക്സാമിനേഷൻ, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ആദ്യം നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. ഫിസിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ആയാൽ ഉടനെ തന്നെ ഫിസിക്കൽ പാസ്സാവുന്ന എല്ലാവരെയും റിട്ടൺ എക്സാമിന് വിളിക്കുന്നതായിരിക്കും. റിട്ടൺ എക്സാം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫിസിക്കൽ ആരൊക്കെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അവർ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി. റണ്ണിങ് എത്രയാണ്, എത്ര ടൈമിൽ ഓടിയെത്തണം എന്നീ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അത് കഴിഞ്ഞാൽ പിന്നെ റിട്ടൺ എക്സാം ആണ് വരുന്നത്. റിട്ടൺ എക്സാമിൻ്റെ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സ്കിൽ ടെസ്റ്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ എന്താണ് കുട്ടികളെ? ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആയാൽ ഉടനെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ റിട്ടൺ എക്സാം ആണ്. റിട്ടൺ എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ സ്കിൽ ടെസ്റ്റുമാണ്. ഏത് ട്രേഡിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിന് എത്ര വേക്കൻസിയാണോ ഉള്ളത് അതിൻ്റെ 20 ഇരട്ടി കുട്ടികളെ ഡോക്യുമെൻറ്റേഷനും സ്കിൽ ടെസ്റ്റുമായിട്ട് വിളിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഫിസിക്കൽ ആരൊക്കെയാണോ പാസ്സാവുന്ന എല്ലാവരെയും വിളിക്കും. എന്നിട്ട് എല്ലാവരെയും വിളിപ്പിച്ചിട്ട് എന്താണ്? റിട്ടൺ എക്സാമും എഴുതിപ്പിക്കും. റിട്ടൺ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ എത്ര വേക്കൻസിയാണോ അതിൻ്റെ 20 ഇരട്ടി കുട്ടികൾ എവിടെ വിളിക്കും? ഡോക്യുമെൻറ്റേഷനും സ്കിൽ ടെസ്റ്റിനും വിളിക്കും. ക്ലിയർ ആയല്ലോ? അതിനുശേഷം സ്കിൽ ടെസ്റ്റും അതേപോലെ തന്നെ DVയും കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന മെഡിക്കലാണ്. ഇനി മെഡിക്കലിന് എത്ര പേരെയാണ് വിളിക്കുന്നത്? അതിനുശേഷം എത്രയാണോ നിങ്ങളുടെ വേക്കൻസി അതിൻ്റെ 3 ഇരട്ടി കുട്ടികൾ എവിടെ വിളിക്കും? മെഡിക്കലിനായിട്ട് വിളിക്കുന്നതായിരിക്കും. അതിനുശേഷം ഫൈനൽ സെലക്ഷൻ പ്രോസസ്സ്. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് PFTയും അതേപോലെ തന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാമിൻ്റെയും കാര്യം നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പ്രോസസ്സ് എന്താണ്? ഫിസിക്കലാണ്. ഫിസിക്കലിൽ വരുന്ന ഈവൻ്റ് ആണ്. 4.8 കിലോമീറ്റർ 24 മിനിറ്റിൽ ഓടിയെത്തിയിരിക്കണം. പെൺകുട്ടികൾ 2.4 കിലോമീറ്റർ 18 മിനിറ്റ്സിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ഈ ട്രേഡിനൊക്കെയാണ് ഈ ഒരു ഫിസിക്കൽ ഇവന്റ് വരുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ആണ് PST, അതായത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും കാര്യങ്ങൾ. മനസ്സിലായ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും അവിടെ ചെക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൽ കേഡറ്റിന് വേണ്ട ഹൈറ്റാണ് 170 സെൻറ്റിമീറ്റർ. അതേപോലെ നിങ്ങൾ ST കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ വേണ്ട ഹൈറ്റാണ് 162.5 സെൻറ്റിമീറ്റർ. നിങ്ങൾ കോൺസ്റ്റബിൾ വെറ്റിനറി ട്രേഡിന് അപ്ലൈ ചെയ്യുന്ന ഒരു മെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റാണ് 170 സെൻറ്റിമീറ്റർ. ഫീമെയിൽ
ആണെന്നുണ്ടെങ്കിൽ 157 സെൻറ്റിമീറ്റർ. നിങ്ങൾ ST കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ ആണെങ്കിൽ വേണ്ട ഹൈറ്റ് ആണ് 162.5 സെൻറ്റിമീറ്റർ, ഫീമെയിൽ ആണെങ്കിൽ 150 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നിങ്ങൾ ഈ ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് ആണ്, നോക്കൂ കുട്ടികളെ, മെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ 167.5 സെൻറ്റിമീറ്റർ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 157 സെൻറ്റിമീറ്റർ. നിങ്ങൾ ST കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ വേണ്ട ഹൈറ്റ് ആണ് 162.5 സെൻറ്റിമീറ്റർ, ഫീമെയിൽ ആണെങ്കിൽ 150 സെൻറ്റിമീറ്റർ. ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് വേണോ അവിടെ, ചെസ്റ്റിൻ്റെ സൈസ് പ്രോപ്പർ ആയിരിക്കണം വിത്ത് എക്സ്പാൻഷനും, അതവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അത് എല്ലാം നിങ്ങളിവിടെ ചെക്ക് ചെയ്യാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ലൈഡിൽ നിങ്ങൾക്കിവിടെ കാണാം. 80, 78, 76 എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിനിമം 78 ആണ്, മാക്സിമം 80 ആണ്. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയല്ലോ. 76 ഉണ്ട്, 78 ഉണ്ട്, പിന്നെ 78 ഉണ്ട്, 80 ഉണ്ട്. അത് കാറ്റഗറി വൈസ് അനുസരിച്ച് അപ്പ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട, അതെല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് അങ്ങനെ ആരും ഫെയിൽ ആകത്തതുമില്ല. ഇനിയാണ് റിട്ടേൺ എക്സാമിനേഷൻ. നോക്കൂ കുട്ടികളെ, ടോട്ടൽ ക്വസ്റ്റ്യൻ 100 വരുന്നതായിരിക്കും. ടോട്ടൽ മാർക്ക് 100 ആണ്. 2 hours എക്സാം ആണ്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. മാത്സിന് 25 ക്വസ്റ്റ്യൻ, റീസണിംഗ് 25 ക്വസ്റ്റ്യൻ, GK 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ. ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. ആപ്ലിക്കേഷൻ ഫോം ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 21 മാർച്ചിന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 20 April ആണ്. ഈ ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്തിരിക്കണം. എക്സാം ഡേറ്റ് ഇതിന് ശേഷം അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുട്ടികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ SSBയുടെ ഫിസിക്കൽ ആൻഡ് റിട്ടേൺ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ റിട്ടേൺ ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് കിട്ടും, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ് സീരീസ്, ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ് ഫീസ് വരുന്നത് 2500 രൂപയാണ്. ഫിസിക്കൽ ട്രെയിനിങ്ങും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സിൻ്റെ ഫീസ് ഓൺലി വരുന്നത് 2500 രൂപ മാത്രമാണ്. ഈ 2500 രൂപയിൽ നിങ്ങൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? നേരത്തെ പഠിച്ചു വെച്ചിരുന്നാൽ ബെനിഫിറ്റ് ആണ്. വരാൻ പോകുന്ന SSGDക്കും ഈ SSGDക്കും ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും എല്ലാത്തിനും ഹെൽപ്പ് ആവുന്നതായിരിക്കും. നല്ലപോലെ പഠിച്ചാൽ നമുക്ക് എല്ലായിടത്തും അത് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. 18 മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത്. വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി അന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ സേവ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.